അന്തരിച്ച എം ലോറൻസിൻ്റെ പൊതുദർശനം നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ എം ലോറൻസിന് അന്തിമോപചാരം അർപ്പിക്കാനായി ടൗൺ ഹാളിൽ എത്തിച്ചേരുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അല്പസമയം മുൻപാണ് എം ലോറൻസിൻ്റെ മൃതദേഹം ടൗൺ ഹാളിൽ എത്തിച്ചത്. മുഖ്യമന്ത്രി എത്തുന്നു, കൂടെ മന്ത്രി പി രാജീവുണ്ട്. സിപിൻ്റെ മുതിർന്ന നേതാക്കളായ എളമരം കരീം ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ, മുൻമന്ത്രി എസ് ശർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ട്. അല്പസമയം മുമ്പാണ് ടൗൺ ഹാളിലെ പൊതുദർശനം തുടങ്ങിയത്. വൈകുന്നേരം വരെ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ട്. സിപിഎമ്മിൻ്റെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി നിലവിൽ തന്നെ ടൗൺ ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ എറണാകുളം സിപിഎം എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ടൗൺ ഹാളിലേക്ക് കൊണ്ടുവന്നത്. ഷൈജോ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷൈജോ, മുഖ്യമന്ത്രി എത്തുന്നു, മറ്റേതൊക്കെ നേതാക്കൾ അവിടെ ഉണ്ട്? വലിയ പ്രവർത്തകരുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ? എങ്ങനെയാണ് ഈ തുടരുന്നത്? അല്പസമയങ്ങൾക്ക് മുമ്പാണ് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചത്. നേരത്തെ വീട്ടിലും അതിനുശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് ടൗൺ ഹാളിലേക്ക് എത്തിച്ചത്. ടൗൺ ഹാളിലേക്ക് മൃതദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ സിപിഎമ്മിന്റെ സംസ്ഥാന നേതാക്കളും ജനപ്രതിനിധികളും എല്ലാവരും തന്നെ ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ മൃതദേഹം ഇവിടെ പൊതുദർശനം ആരംഭിച്ച ഉടൻ തന്നെ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രിമാരായ പി രാജീവ് അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. LDFന്റെ കൺവീനർ ടി.പി. രാമകൃഷ്ണൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക്, വൈക്കം വിശ്വൻ, അതോടൊപ്പം തന്നെ എളമരം കരീം അടക്കമുള്ള നിരവധി നേതാക്കന്മാരും ജനപ്രതിനിധികളും എല്ലാവരും തന്നെ ഇപ്പോൾ ഈ ടൗൺ ഹാളിലുണ്ട്. നിരവധി നൂറുകണക്കിന് പ്രവർത്തകർ, റെഡ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലുള്ള ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏത് സമയത്തും ആർക്ക് വന്നാലും അന്തിമോപചാരം അർപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ചാണ് ടൗൺ ഹാളിൽ ഇപ്പോൾ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എം ബേബി ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. CPMന്റെ ഏതാണ്ട് എല്ലാ നേതാക്കളും തന്നെ, സംസ്ഥാനത്തെ ഏതാണ്ട് നേതാക്കന്മാരെല്ലാം തന്നെ ഇപ്പോൾ ടൗൺ ഹാളിലുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിസഭാ അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ഉണ്ട്. LDFന്റെ കൺവീനർ ടി.പി. രാമകൃഷ്ണൻ, കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്, വൈക്കം വിശ്വൻ, എളമരം കരീം, മന്ത്രി പി രാജീവ് അടക്കമുള്ള ആളുകൾ, N സ്വരാജ്, മേയർ അനിൽകുമാർ അടക്കമുള്ള നിരവധി നേതാക്കന്മാരും അതോടൊപ്പം തന്നെ നൂറുകണക്കിന് പ്രവർത്തകരും എം ലോറൻസ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. എം ലോറൻസിനെ കുറിച്ച് നമുക്കറിയാം, നിലപാടുകളിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ അവസാനം വരെ, ഒരുപക്ഷെ രോഗബാധിതനായി കിടക്കുമ്പോൾ പോലും തൻ്റെ നിലപാടിൽ ഒരു ഇഞ്ച് പോലും അയവ് വരുത്താതെ മുന്നോട്ട് പോയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എം ലോറൻസ്. അതുകൊണ്ട് തന്നെ ഏവരാലും ആദരിക്കപ്പെടുന്ന, ഒരുപക്ഷെ എതിരാളികൾ പോലും ആദരിക്കുന്ന, ഭരണപക്ഷത്ത് ഉള്ളപ്പോഴും ഭരണപക്ഷത്തിൻ്റെ നിലപാടുകൾ പോലും തനിക്ക് യോജിപ്പില്ലെങ്കിൽ അതിനെ തുറന്നെതിർത്തിട്ടുള്ള ആൾ. അതോടൊപ്പം തന്നെ നേതാക്കൾ എത്ര ഉന്നതരായിരുന്നാലും നിലപാടുകളിൽ വിട്ടുവീഴ്ച വരുത്തിയാൽ അവർക്കെതിരെ തൻ്റെ നിലപാട് തുറന്നു പറയുന്ന ഒരാൾ. അത്തരത്തിൽ കമ്മ്യൂണിസം ഉറച്ച് നിലപാടുകളായി ഉയർത്തുകയും ഇടതുബോധത്തെ വളർത്തുകയും ചെയ്തിരുന്ന നേതാവാണ്. 6 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോൾ 5 എണ്ണത്തിൽ തോറ്റെങ്കിൽ, ഇടുക്കിയിൽ ലോക്സഭയിലേക്ക് ഒരിക്കൽ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതെങ്കിലും നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്തതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എം ലോറൻസ്. 4 മണി വരെയാണ് അദ്ദേഹത്തിന്റെ പൊതുദർശനം എറണാകുളം ടൗൺ ഹാളിൽ ഉണ്ടാവുക. അതിനുശേഷം 4 മണിക്ക് കളമശ്ശേരി സർക്കാർ മെഡിക്കൽ കോളേജിന് ഈ മൃതദേഹം കൈമാറും എന്നാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ടൗൺ ഹാളിൽ. ഇപ്പോഴും പൊതുദർശനം പുരോഗമിക്കുകയാണ്. ശരി.